ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇനി റമദാനാണല്ലോ വരാൻ പോണത്. ഇപ്പം നല്ല ചൂടുമാണ്. അപ്പോൾ ഈ ചൂടിനും നോമ്പിനൊക്കെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാവുന്ന, നോമ്പ് എടുക്കുന്ന സമയത്തല്ല കേട്ടോ, നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കി കുടിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം ഞാൻ ഇതിലേക്കുള്ള കസ്കസ് ഒന്ന് കുതിർത്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കസ്കസ് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് പഞ്ചസാര അലിയിച്ചെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റി ആക്കണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്താലും മതി. മിൽക്ക് മെയ്ഡോ മിഠായി മേറ്റോ അങ്ങനെ ഏതെങ്കിലും എടുത്താൽ മതി. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാവുന്ന ഒരു ഡ്രിങ്ക്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ബദാം എസൻസ് ആണ് കേട്ടോ. അത് നമ്മുടെ ഫ്ലേവറിനും കളറിനും വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക്, പാൽപ്പൊടി അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡ്രിങ്കാണ് ചെയ്യുന്നത്. നമ്മളിവിടെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. ഞാനിവിടെ കുറച്ച് തണ്ണിമത്തൻ ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതായത് നമ്മുടെ വത്തൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ആപ്പിളുമാണ് കേട്ടോ ചേർക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും കൂടെ ചേർക്കാം. കുറച്ച് ബദാമും പിസ്തയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി അണ്ടിപ്പരിപ്പോ നമുക്കിഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടെ ആയാൽ നമ്മുടെ ഡ്രിങ്ക് റെഡി. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തിളപ്പിച്ചാറി തണുപ്പിച്ചെടുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ പച്ചപ്പാൽ വെച്ചിട്ട് ജ്യൂസൊക്കെ അടിക്കാറുണ്ടെങ്കിൽ പച്ചപ്പാലും എടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ തണുപ്പിച്ചെടുത്ത പാലായതുകൊണ്ട് ഇപ്പോൾ വീണ്ടും തണുപ്പിക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ സെർവ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാം. അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു ഡ്രിങ്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്